ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു റിവ്യൂ ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. കാരണം നമ്മളിന്ന് നല്ല ചില്ലായിട്ട് മൂവിയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളൊരു 3 days ബിഫോർ ഒരു ഓർഡർ ജുസ ഫുഡ്സിൽ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബേബി ഇപ്പോൾ നമ്മുടെ കുഞ്ഞുവാവ 5 months കഴിയാറായി. അപ്പോൾ 6 months നമുക്ക് സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ടും നമ്മൾ ഈ ഒരു 2 weeks ബിഫോർ ഡോക്ടറെ കാണാൻ പോയപ്പോൾ പുള്ളിയും പറഞ്ഞു 6 months ആകുമ്പോഴേക്കും സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ജുസ ഫുഡ്സിലാണ് നമ്മൾ ബേബിയുടെ ഫുഡ്സ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ കുറേ റിവ്യൂസും കാര്യങ്ങളും കണ്ടതിൻ്റെ പേരിലാണ് ഞാൻ ഇത് കൊടുത്തത്. ഇത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്കിത് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ ആ സീൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ ആലപ്പുഴ ഫ്രം ജിങ്കാന സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നതാണ് മൂവി. അതിനിടയ്ക്കാണ് ഇത് വന്നത്. നോക്കിയപ്പോൾ അതിൽ നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്വീറ്റ് പൊട്ടറ്റോ പൗഡറുണ്ട് കണ്ടോ, പിന്നെ മറ്റേ സ്പ്രൗട്ടഡ് റാഗി, പിന്നെ കണ്ണങ്കായപ്പൊടി, പിന്നെ വേറെ എന്തോ കൂടി ഉണ്ടായിരുന്നു. നേന്ത്രക്കായയില്ലേ, നേന്ത്രക്കായയുടെ പൊടി. ഇത് സ്പ്രൗട്ടഡ് റാഗിയാണ്. നമ്മൾ നോർമൽ റാഗി പൗഡറിനേക്കാളും നല്ലത് സ്പ്രൗട്ട് ചെയ്ത മുളപ്പിച്ച റാഗി ആണെങ്കിൽ അതിൻ്റെ പൗഡർ വളരെ കുറച്ചുകൂടി പ്രോട്ടീൻ റിച്ച് ആണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ദഹനത്തിനായാലും എല്ലാത്തിനും നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. കണ്ണങ്കായപ്പൊടി ഞാൻ 2 ബോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പറയാം, അവരുടെ പാക്കിങ്, അവരുടെ ബോട്ടിൽസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ നമുക്കൊരു ആരോ റൂട്ട് പൗഡറും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ നമ്മളത് പൊട്ടിച്ച് നോക്കുന്നതാണ് കണ്ടത്. ഞാൻ അധികം വെച്ചാൽ ഓരോന്നും ഒരു 250 grams അല്ലെങ്കിൽ ഒരു 200 grams 300 grams ആണ്. റാഗി പൗഡർ മാത്രം ഞാൻ 300 പറഞ്ഞു, ബാക്കി 350 grams പറഞ്ഞു. ബാക്കി കണ്ണങ്കായ പൗഡറും 200 grams ഉള്ളൂ.